ഇന്ന് തിരഞ്ഞെടുപ്പ് ദിനമാണെങ്കിലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അവിടെ മുൻ നേതാവും മുൻ മന്ത്രിയുമായ KM മാണിയുടെ 7ാം ചരമവാർഷിക ദിനമാണിന്ന്. അത് വിപുലമായി തന്നെ അവർ ആചരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റനുസ്മരണ പരിപാടികൾ കേരള കോൺഗ്രസ് എം ഇന്ന് നടത്തിയിട്ടില്ല. ജോസ് കെ മാണി ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. ജോസഫ് ഗ്രൂപ്പ് അടക്കം മറ്റ് കേരള കോൺഗ്രസ് നേതാക്കളും KM മാണിയുടെ കല്ലറയിലെത്തിയിരുന്നു. വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ, വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ. 2019 ഏപ്രിൽ 9 KM മാണി വിടവാങ്ങിയത്. 7 വർഷം പിന്നിടുമ്പോൾ മകൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ അനുസ്മരണ പരിപാടികൾ ഇന്ന് ഉണ്ടായിരുന്നില്ല. രാവിലെ കത്തീഡ്രൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബം കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്നു. KM മാണിയുടെ ഓർമ്മയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകുമെന്ന് ജോസ് കെ മാണി. ആ ഓർമ്മകളാണ് ഞങ്ങളുടെ എല്ലാ മനസ്സിൽ. രാഷ്ട്രീയത്തിനും മതത്തിനും മുന്നണിക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഇന്ന് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. അതിന് ആ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. ജോസഫ് ഗ്രൂപ്പും KM മാണിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ PJ ജോസഫ് എത്തിയില്ല. KM മാണി സാർ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ ആദരവോടുകൂടി ഞങ്ങൾ എല്ലാവരും സ്മരിക്കുന്നു. KM മാണിയുടെ കാലശേഷം പാലായിൽ ഇന്നേ വരെ കരുത്തു തെളിയിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയം ഏറ്റുവാങ്ങി. എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോസ് കെ മാണിയും കൂട്ടരും. ജോബി ജോൺസൺ, 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.